വിഴിഞ്ഞത്ത് പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പ് സഫലമാകുന്ന മുഹൂർത്തത്തിൽ നേട്ടത്തിന്റെ അവകാശം ഉന്നയിച്ച് CPM-ഉം കോൺഗ്രസും പരസ്പരം വാക്പോരും നടത്തുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വലിയ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ഫ്ലക്സുകളിൽ വിജയവഴിയിൽ വിഴിഞ്ഞം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതിനു ബദലായി തുറമുഖ ശില്പി ഉമ്മൻചാണ്ടിയെ ആരു മറന്നാലും മറക്കില്ല ഞങ്ങൾ എന്ന തലക്കെട്ടിൽ കോൺഗ്രസിന്റെ ഫ്ലക്സുകളും ഉയർന്നു. വിഴിഞ്ഞം തുറമുഖം പൂർത്തിയായി ആദ്യ മദർഷിപ്പ് വരാൻ ഇടയാക്കിയതിന്റെ അവകാശികൾ തങ്ങളാണെന്ന് ഇരുകൂട്ടരും വാദിക്കുന്നുണ്ട്. തുറമുഖത്തിന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നൽകിയ സംഭാവനകൾ ഉയർത്തിക്കാട്ടാൻ ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ UDF രംഗത്തിറങ്ങിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ സഭയ്ക്ക് അകത്തും പുറത്തും UDF നേതാക്കൾ ഉമ്മൻചാണ്ടിയുടെ സംഭാവനകളും ഇടപെടലുകളും സജീവ ചർച്ചയാക്കുകയും ചെയ്തിരുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്നും കോൺഗ്രസ് ആവശ്യം ഉയർത്തിക്കഴിഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്. എട്ടുകാലി മമ്മൂഞ്ഞാകാൻ മുഖ്യമന്ത്രി ശ്രമിക്കരുത് എന്നതാണ് പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചത്. അതാണ് കേരളവും പറയുന്നത്. കൊച്ചി മെട്രോ ആയാലും കണ്ണൂർ വിമാനത്താവളമായാലും ഇപ്പോൾ വിഴിഞ്ഞമായാലുമെല്ലാം പിണറായി വിജയന്റെ സംഭാവനയാണ് എന്നതാണ് അന്തം കമ്മി സഖാക്കൾ പറയുന്നത്. എന്നാൽ അതല്ല സത്യം എന്നത് ഇന്നാട്ടിലെ ജനങ്ങൾക്കറിയാം. ഈ വിഷയം കഴിഞ്ഞ ദിവസം സഭയിലും കോവളം MLA ആയ വിൻസെന്റ് ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ കൂടുതൽ സംസാരിക്കാൻ സ്പീക്കർ അനുവദിച്ചില്ല. അദ്ദേഹത്തിന്റെ ആ വാക്കുകളിലേക്ക്. നിശ്ചയിച്ചതിൽ നിന്നും 5 വർഷം വൈകിയാണെങ്കിലും വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിൽ നമുക്കെല്ലാവർക്കും സന്തോഷവും അഭിമാനവും ഉണ്ട്. സർ, വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ അസാധ്യമെന്ന് കരുതിയിരുന്നത് സാധ്യമാക്കിയ ഉമ്മൻചാണ്ടി സാറിനെ സ്മരിക്കാതെ നമുക്ക് കടന്നു പോകാൻ കഴിയില്ല. സർ 12-ാം തീയതിയിലെ പരിപാടിക്ക് സ്വാഗത സംഘം രൂപീകരിക്കുന്നതിനുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മളെല്ലാവരും സഹകരിച്ചാണ് സാർ മുന്നോട്ട് പോകുന്നത്. ബഹുമാനായ ഫിഷറീസ് മന്ത്രിയും പോർട്ട് മന്ത്രിയും അടക്കം പങ്കെടുത്ത എല്ലാ പരിപാടികളും ഞങ്ങൾ പങ്കെടുത്ത് സഹകരിക്കുന്നുണ്ട്. സർ, 6 സംസ്ഥാന മന്ത്രിമാരും മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിലുള്ള ശക്തമായ പ്രതിഷേധം ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ട്രെയിൻ വന്നപ്പോൾ വിളിച്ചിരുന്നു. സർ, ഇന്നലെ ധനകാര്യമന്ത്രിയും പറഞ്ഞത് വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് സഹകരിക്കുന്നില്ല എന്ന്. ഞങ്ങളെല്ലാം സഹകരിക്കാൻ തയ്യാറാണ്. ഞങ്ങളുടെ കുഞ്ഞല്ലേ, UDF-ന്റെ കുഞ്ഞല്ലേ, ഞങ്ങളത് യാഥാർത്ഥ്യം ഞങ്ങൾ സഹകരിക്കുകയാണ്. സാറേ, എന്റെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. സാർ സഹകരിക്കുന്നു എന്ന് പറയുമ്പോൾ ചോദ്യത്തിലേക്ക് വരികയാണ്. കടകംപള്ളി പറഞ്ഞത്, ബഹുമാനായ കടകംപള്ളി പറഞ്ഞത് അദ്ദേഹത്തിന്റെ കുറ്റബോധത്തിൽ നിന്നാണ്. സാർ, ചോദ്യത്തിലേക്ക് വരികയാണ്. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. സ്ഥിരമായി സ്റ്റേറ്റ്മെന്റ്. സാർ, മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുള്ള ആനുകൂല്യങ്ങൾ വൈകി പോവുകയാണ്. സാർ, ഇതിന്റെ സമയം